ഇപ്പോൾ കൊല്ലത്ത് ഞാനിപ്പം ഉള്ളത് ഇപ്പം എന്താ പറയുക നമ്മുടെ സാദിഖ് സ്റ്റോറിൻ്റെ സാദിഖും ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ രണ്ടും ഒരുപോലത്തെ വരച്ച് ഡമ്മി വെച്ചോലുണ്ട് അല്ലേ, ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. സാദിഖും ഉണ്ട് ആഷിഖും ഉണ്ട്. ഇതിൽ എനിക്കെപ്പോഴും കൺഫ്യൂഷനാണ് ഈ ഇവിടെ വന്നതിന് ശേഷം സാദിഖ് ഏത് ആഷിഖ് ഏത് എന്നുള്ള ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. പിന്നെ വാച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി ഏതാ വാച്ച് കെട്ടിയെന്നുള്ള. ഇവിടെ പിന്നെ അനാദി അതിനെന്താ പറയല്, വേറെന്താ പറയും, പലചരക്ക് ബിസിനസ്സാണ് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ വർഷങ്ങളായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ കുക്കിംഗ് ഓൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇൻട്രോ അതിൻ്റെ ഇടയിലൊന്നും എടുക്കാമെന്ന് കരുതി. ഇപ്പം പിന്നെ അതിനൊരു പെട്ടെന്നാവും, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആവും വിചാരിക്കുന്നു. പക്ഷേ മണം ഇപ്പം നമ്മളുടെ പ്രതീക്ഷയിലാണ്. ശരിക്കും ചുമ്മാ നിങ്ങൾ വിളിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഫുഡ് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇതിങ്ങനെ ഒരു സംഭവം നമുക്ക് ആദ്യമായിട്ടാണ്, വലിയൊരു അനുഭവമാണ്. കാരണം എന്റെ ഫുഡ് പല ആൾക്കും ഇങ്ങനെ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് ഷെഫ് ഓൺ റോഡ് എന്നുള്ള ട്രിപ്പിലേക്ക് തന്നെ ഇറങ്ങാനുണ്ടായ കാരണം അതാണ്. നമ്മുടെ ഫുഡ് പല ആളും കാണുന്നുണ്ട്, ചാനലിൽ കാണുന്നുണ്ട്. അവർക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് കൊടുക്കുക എന്നുള്ളത്, അവരെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കേട്ടോ, അതൊരു വലിയ കാര്യമാണ്. കാരണം നിങ്ങളൊരു ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം അനുസരിച്ചും എന്തോ ആക്രാന്തം കാണിച്ച് കഴിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊരു പുതിയ അനുഭവമാണ്. ഹോട്ടലിൽ സെർവ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ തന്നെ എന്താണ് ഒറിജിനൽ. ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും. മന്തി, മട്ടൻ മന്തി. ഞാൻ മുമ്പ് ചിക്കൻ മന്തി ചെയ്തിട്ടുണ്ട്, യമൻ സ്റ്റൈലിലുള്ള നല്ല ചിക്കൻ മന്തി ചെയ്തിട്ടുണ്ട്. അതിലുള്ള ചെറിയൊരു വേരിയേഷൻ വരുന്ന ഒരു സാധനമാണ് മട്ടൻ മന്തി ചെയ്യുന്നത്. ഇവര് കുക്കിങ്ങും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഓൾമോസ്റ്റ് കുറെ നേരം ഇരിക്കുന്നത്. എന്നാലും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലുള്ള അതിനൊരു 15-20 മിനിറ്റ്. ഈ മന്തിയെ കുറിച്ചൊന്ന് ചോദിച്ചോട്ടെ. മന്തി നമുക്ക് ഇപ്പം ഒരുപാട് തരം മന്തികളുണ്ട്. ഈ മന്തിക്ക് എല്ലാം പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. മന്തിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് യമനാണ്. മന്തിന്ന് അതേ വേർഷനിൽ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. മന്തി, മദ്ഫൂന്, മധൂത്ത്, പിന്നെ ഷുവ, ഇങ്ങനെ ഓരോ ഡിഫറെന്റ് വേരിയേഷനിൽ വരുന്ന കുറെ സാധനങ്ങളുണ്ട്. റൈസിൽ ചെറിയ ലൈറ്റ് ഡിഫറൻസ്, കുക്കിങ്ങിലുള്ള ഡിഫറൻസ്, മസാലയിലുള്ള ഡിഫറൻസ്. ഇത് ശരിക്കും കുഴിമന്തി ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഓപ്ഷനിൽ കുഴി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സീക്രട്ട് വല്ലതും ഉണ്ടോ? അതായത് നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും ലൈവ് കാണിക്കുന്നുണ്ട്. ഇതില് സീക്രട്ട് ആയിട്ട് അങ്ങനെ ഇല്ല. ഇത് കാണിക്കുന്ന എന്താണോ സ്ട്രേറ്റ് ഫ്ലേവർ ഒന്നും ചേർക്കാറില്ല. ഇല്ല, ഒന്നും ഫ്ലേവറില്ല. അപ്പൊ പിന്നെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി അഭിപ്രായം എന്തായാലും രണ്ടുപേരും അടിപൊളിയാട്ടെ. കുറെ നേരം സംസാരിച്ചിരുന്നു, വീഡിയോ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. എന്നാലും ഞാനിവിടെ കട്ട് ചെയ്യാണ്. ആയിക്കോട്ടെ, ഇനി ഭക്ഷണം കഴിച്ചിട്ട്. ഓക്കെ. 1 കിലോ മട്ടന് ഇത് 2 ടേബിൾ സ്പൂണ് മല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്ന, മല്ലിക്കുരു. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് പിന്നെ ക്യുമിൻ സീഡ്, നല്ല ജീരകം. പിന്നെ 2 ടേബിൾ സ്പൂണ് കുരുമുളക്, ഫുൾ കുരുമുളക്. ഇത് 3 കൂടെ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. 2.5 കിലോ മട്ടനുള്ള അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 3 കൂടെ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. അത് നമ്മളിത് ആദ്യം മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് പൊടിക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുത്തത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ബൗളിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതാ അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2.5 കിലോന് കണക്കായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത്. പിന്നെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ കേട്ടോ. ആ ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മട്ടണിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മട്ടൺ കേട്ടോ. ഇതാ വലിയ പീസാക്കി ഏകദേശം 250-300 ഗ്രാം സൈസിലുള്ള 250 ഗ്രാം കേട്ടോ. ആ സൈസിൽ എല്ലോട് കൂടിയുള്ള പീസാണ് എടുത്തത് കേട്ടോ. അതാണ് ഞാൻ ഇവരോട് വിളിച്ചപ്പം ആവശ്യപ്പെട്ട സാധനം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നെ നമ്മുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. മൊത്തം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മൊത്തം നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൈ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മസാല ഇട്ടതിന് ശേഷം നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ മീറ്റും അതേപോലെ എടുത്തിട്ട്
എന്നാലും എല്ലായിടത്തും എത്തുള്ളൂ, ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറുള്ളൂ, ഉപ്പും കാര്യങ്ങളൊക്കെ മൊത്തം കയറുള്ളൂ. ഇതേ രീതിയിൽ ഓരോ മീറ്റും എടുത്തിട്ട് ചെയ്യണേ. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോളം വെക്കുക. ഇത് 1 ദിവസത്തോളം ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും കുഴപ്പമില്ല. മിനിമം 1 മണിക്കൂർ എന്തായാലും ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങനെ എടുത്തു വെക്കാം. ഞാൻ ഇപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ വക്കുള്ള പാത്രം എടുത്തിന് കേട്ടോ. നിങ്ങൾ അലൂമിനിയത്തിനായാലും കുഴപ്പമൊന്നുമില്ല, വക്കുള്ളതായാൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പിന് കുറച്ച് മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ഉള്ളി, സ്ലൈസ് ചെയ്ത 1 ഉള്ളി കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മന്തിയിൽ ചെയ്ത പോലെ തന്നെ റൈസിൻ്റെ പ്രിപ്പറേഷനും ഇൻഗ്രീഡിയൻസും എല്ലാം സെയിം ആണ്. പക്ഷേ മട്ടൺ കുക്ക് ചെയ്യുന്ന ടൈമിങ്ങും അതിൻ്റെ രീതികളും ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. മട്ടൻ്റെ മാരിനേഷനും മസാലയും വ്യത്യാസമുണ്ട് ചിക്കൻ്റെ ആയിട്ട്. അപ്പോൾ ഇതിപ്പം ഇത് കണ്ടില്ല, ഉള്ളി ഇപ്പോൾ ഇതാ ഏകദേശം ഒരു വാടി പൊരിഞ്ഞ പോലെ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ക്യുമിൻ സീഡ് കേട്ടോ, ക്യുമിൻ സീഡ് 1 ടേബിൾ സ്പൂണേ. ക്യുമിൻ സീഡ് ജസ്റ്റ് പൊട്ടിയ ഉടനെ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിക്കുരു, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 12 ക്ലോവ്, പിന്നെ ഒരു 2-3 ഇഞ്ച് പട്ട, പിന്നെ ഒരു 20ഓളം ഏലക്കായി കേട്ടോ. മട്ടൺ ആയതുകൊണ്ടെന്ന് ഏലക്കായി ഇത്തിരി മുകളിലോട്ട് ഇടുന്നത്. ഇത് നന്നായി സോട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ബേ ലീഫ് ഇടാം, ഒരു 3 ബേ ലീഫ്, പിന്നെ 2 ഡ്രൈ ലെമൺ 2 ഇട്ടിന് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. നമ്മൾ 5 പച്ചമുളക് ഇടുന്നുണ്ട്. വലിയ എരിവില്ല, അങ്ങനെ ഒരു മീഡിയത്തിലുള്ള പച്ചമുളകാണ്. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇത് ബസ്മതി അരിയാണ്. ബസ്മതി അരി പിന്നെ നല്ല ലോങ് റൈസ് തന്നെയാണ്. നിങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് യൂസ് ചെയ്തോ, അത് നല്ല ലോങ് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചാണ്, ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, വെള്ളത്തിൽ പൊതിർത്തിയിട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റ് തന്നെ വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണേ തീ എപ്പോഴും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ, അതുപോലെ തന്നെ ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ മട്ടണിലുള്ള ഫാറ്റ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും. നമ്മൾ ഉള്ള മട്ടന് ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഫാറ്റ് ഉള്ളപ്പോൾ ആ ഓയിലും കൂടെ ഇതിലേക്ക് കയറും. ഇത് കണ്ടില്ല, അരിയിലേക്ക് നന്നായി മിക്സായി എല്ലാം മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അളന്ന് വെച്ചിന് 1 കപ്പിന് 1.5 എന്നുള്ള അളവാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 വെള്ളം. സാധാ വെള്ളം, ചൂടുവെള്ളമല്ല കേട്ടോ. പല ആളും എൻ്റെ ചിക്കൻ മന്തി ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നു ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്നുള്ളത്. ഇത് സാധാ നോർമൽ വാട്ടർ കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ, മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഫോയിൽ ഇടാം. നമ്മൾ ചിക്കനിൽ ചെയ്ത പോലെ തന്നെ ഫോയിൽ ഒന്ന് സൈഡ് ഭാഗം നല്ല ടൈറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ടൈറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ 1 ലെയർ ഫോയിൽ ഇട്ടു. ഇനി ഞാൻ ഒന്നും കൂടെ 1 ലെയറും കൂടെ ഫോയിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാത്രമേ മട്ടൺ നമ്മൾ കയറുള്ളൂ. ഇതിങ്ങനെ നല്ല ടൈറ്റാക്കി വെക്കാം. എന്നിട്ട് എനിക്ക് പിന്നെ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ, എന്താ പറയല്, പപ്പടക്കൊള്ളിയില്ല, അത് കിട്ടിയില്ല. അതിന് പകരം 3 ടൂത്ത് പിക്ക് ഒരുമിച്ച് പിടിച്ചിന്. എന്നിട്ട് ഇങ്ങനെ ഹോളാക്കുന്നുണ്ട്. ഇതാ ഈ രീതിയിൽ നിങ്ങൾ മൊത്തം ഹോളാക്കി എടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഹോളിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം. ഈ രീതിയിൽ മട്ടൺ വെക്കാം. ഈ മട്ടൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഫോയിൽ വെക്കാം. ഇപ്പോൾ വെച്ച പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ഈ സൈഡ് നല്ല ടൈറ്റാക്കിയിട്ട് പിന്നി എടുക്കാം. 1 ലെയർ വെച്ചു, അതിൻ്റെ മുകളിൽ 1 ലെയറും കൂടെ കേട്ടോ. അങ്ങനെ 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1/2 മണിക്കൂറേ ഇത് വെക്കുള്ളൂ കേട്ടോ. 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് 15 മിനിറ്റ് തീ ഓഫാക്കി 15 മിനിറ്റ് ശേഷം ഇത് തുറക്കുള്ളൂ. എന്നിട്ട് മട്ടൺ വേറെ ഒന്നും കൂടെ കുക്കിംഗ് ഉണ്ട്. മട്ടൺ അപ്പോൾ ഈ 1/2 മണിക്കൂർ കൊണ്ട് എന്താവും, നമ്മുടെ റൈസ് കുക്കാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ആ റൈസിലേക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് റൈസിലേക്കുള്ള ഫ്ലേവർ കിട്ടുകയും ചെയ്യും. പിന്നെ റൈസ് കുക്കാവും ചെയ്യും. റൈസ് പിന്നെ മട്ടൺ നമുക്ക് വേറെ സെപ്പറേറ്റ് ഒന്നും കൂടെ ഒരു കുക്കിങ്ങും കൂടെ ഉണ്ട്. എന്നാലും മട്ടൺ നമ്മളെ
ഫുള്ളായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിന് ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഫ്ലെയിം ഒന്നും കൂടെ ഇപ്പോൾ കാണിച്ചു തരാം. 1/2 മണിക്കൂർ വെക്കേണ്ട ഫ്ലെയിം. ഒന്ന് ക്യാമറ താഴോട്ടൊന്ന് ഇതാ, വളരെ സ്ലോ. ഒന്നും കൂടെ താഴോട്ടൊന്ന് അതാ, ഇത് ഒന്നും കൂടെ കുറച്ചിട്ട് ഇതിപ്പോൾ കാറ്റടിക്കുന്നതാണ് കേട്ടോ. ഈ ലെവലിൽ ലോല് വെക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഈ ഒരു അടപ്പ് ഇങ്ങനെ വെറുതെ വെച്ചതാണ് കേട്ടോ, ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് അതിന് ശേഷം ഓഫാക്കിയിട്ട് 15 മിനിറ്റും കഴിഞ്ഞ് പിന്നെ നമുക്കിത് ഓപ്പൺ ആക്കാം. മട്ടൺ കുക്കായിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറം തിരിച്ച ഇവിടെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അത് ആവിച്ചെമ്പ്. ഇതിൽ ഓൾറെഡി വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മൾ മട്ടൺ മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ റൈസ് ആവശ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി കുക്കിങ് മട്ടൻ്റെ കുക്കിങ് അതിലേക്കാവും. മട്ടൻ്റെ ഫ്ലേവർ ആണെങ്കിൽ റൈസിലേക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കാം. മട്ടൺ കണ്ടോ, ഒരു 20% ആയിട്ടുള്ളൂ, 20-25. ഇത് ഇനി നമുക്ക് അതിലേക്ക് മാറ്റാം. ഇതിൻ്റെ വെള്ള സ്റ്റോക്ക് എല്ലാം നമ്മുടെ റൈസിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് തൊട്ടിപ്പുറം തന്നെ വെള്ളം ചൂട് ആക്കി ഓൾറെഡി നേരത്തെ ചൂടാക്കണം. എന്നാൽ നമ്മൾ ടൈമിങ് തെറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് തന്നെ ഓൾറെഡി ചൂടാക്കണം, എന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഈ 2 ഫോയിലും ഇതിൻ്റെ മുകളിൽ ഒന്ന് ടൈറ്റ് ആക്കാം. ഒന്ന് ജസ്റ്റ് ഇല്ല, ഒന്ന് ഒരു ഇതാകാൻ വേണ്ടിയിട്ട് ഫോയിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കവർ ഇട്ട് വെക്കുക. ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇതിൻ്റെ മൂടി അങ്ങനെ അമർത്താം. എന്നിട്ട് 2 മണിക്കൂർ മീഡിയം ലോയിൽ കേട്ടോ. വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. അന്നേരം ഞാൻ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ വെക്കാം. 2 മണിക്കൂറോളം മിനിമം വെക്കണം കേട്ടോ. അപ്പോൾ റൈസ് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, തീയെല്ലാം ഓഫാക്കിയല്ലേ. മട്ടൺ ആയിട്ട് ബാക്കി നമ്മളെ മിക്സിങ്ങിലേക്ക് പോവാം. ഞാൻ ഇത് മൂടി വെക്കുകയാണ്. അതിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും പോകണ്ട. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കുകയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ റൈസൊക്കെ പിന്നെ നമ്മുടെ മട്ടണൊക്കെ അവിടെ നിന്ന് ആയിട്ടുണ്ട്. റൈസ് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. അത് കണ്ടോ, മട്ടൻ്റെ ഈ സ്റ്റോക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. മട്ടൻ്റെ ആദ്യം ഇത് ഇറങ്ങിയില്ല. ഇനി ഇത് നമുക്ക് നല്ല പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യണേ. പിന്നെ സാഫ്രൺ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ സാഫ്രണും കൂടെ ഇതിലേക്ക് ഒന്ന് കളറിങ് കൊടുത്താൽ നല്ലത്. കണ്ടോ, റൈസ് കണ്ടില്ലേ. ഇങ്ങനെ മിക്സ് ചെയ്യുക. പതുക്കെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേവർ വരട്ടെ. അപ്പോൾ റൈസ് നമ്മൾ ഇളക്കിയെല്ലാം മിക്സാക്കി വെച്ച് ഇത് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇളകാതിരിക്കാൻ വേണ്ടി വെയിറ്റ് വെച്ചതാണ് കേട്ടോ മുകളിൽ. ഇതൊന്ന് എടുത്ത് മാറ്റാം. നമ്മൾ മട്ടൺ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം. പിന്നെ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് എടുക്കാം. നല്ല നല്ല വെൽ കുക്കായിരിക്കും. കോക്കർ എടുക്കാം. ഇതാ സാധനം. ഏകദേശം വേവ് ഞാനൊന്ന് കാണിക്കാം. എല്ല് വരുന്നുണ്ടോ? ഈ രീതിയിൽ ആണ് നമ്മളെ മട്ടണുള്ള എല്ല് ഊരി വരാമെന്ന് പറയുന്നില്ലേ, അതേപോലെ ഇവിടുന്ന് ഒരു എല്ലും കൂടെ എടുത്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് എല്ലും എടുത്ത് വെക്കാം പ്ലേറ്റിലേക്ക്. ഇത് പിന്നെ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ റൈസിൻ്റെ മുകളിൽ തന്നെ പിന്നെ ഇത് വെച്ചിട്ട് ചാർക്കോൾ ഇട്ട് ദമ്മാക്കാം. 3 മിനിറ്റ് വേണ്ട, 2 മിനിറ്റിനും 3 മിനിറ്റിനിടയിൽ നമുക്കിവിടെ ചാർക്കോൾ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, റൈസിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഇത് സെർവ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് മട്ടൺ മാറ്റിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് കിട്ടിയ കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഓയിലും ഒന്ന് നമ്മുടെ റൈസ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഇതിലേക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കിട്ടുന്ന നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതെങ്ങനെ ആരും മിസ്സാക്കരുത്. ആ സംഭവം കൂടെ ഒഴിച്ചിട്ട് മൊത്തം റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ പോവാണ്. മട്ടൻ്റെ വേവൊക്കെ ഞാൻ കാണിച്ചു. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമുണ്ട് ഇത് വേവോ ഇല്ലോ എന്നുള്ള. അപ്പം നമുക്കിത് കഴിക്കാൻ തന്നാ സംഭവം ഒരു വെറൈറ്റി ഫീലാണുള്ളത്. വളരെ വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. മട്ടൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു, മട്ടൻ്റെ സ്പെഷ്യൽ എന്നുവെച്ചാൽ അത്രയും അതിലുള്ള മാരിനേഷൻ അങ്ങനെയാണ്. ഇതിൽ ഞാൻ ഒരു സീക്രട്ട് മാരിനേഷൻ ഒന്ന് പറഞ്ഞുതരാം. ഇവരെല്ലാവരും കണ്ടതാണ്. നമ്മളൊന്ന് കഴിച്ചു നോക്കി, എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഈ മട്ടൺ ഇങ്ങനെ ഈ പൊടിഞ്ഞു വരുന്ന മട്ടൺ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഇളകി വരുന്നത്, അത് കാണുമ്പോൾ തന്നെ ഇതിൽ തേന് ചേർത്തിട്ടുണ്ട് മട്ടനിൽ. മട്ടനിൽ
പക്ഷെ ആ തേന് കൊണ്ടുള്ള ഒരു ഫ്ലേവറാണ് ശരിക്കും ഈ മട്ടണിൽ കിട്ടേണ്ട ഫ്ലേവർ. ഈ കടന്ന് കടിച്ചു പറിയത് കാണുമ്പോഴേ നമുക്കറിയാം ആ മട്ടന്റെ ഗുണത്തിന്റെ കുറിച്ചിട്ടേ. അപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഈ അസമയത്ത് സമയപ്പത്രായി 12 കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. ഈ അസമയത്ത് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ള ഫായത ഉണ്ടായി, ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അത്രയും നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ആഹാരമൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇത് ഇരുന്നത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് നന്നായിട്ടുണ്ട്. കാരണം ചിക്കൻ കഴിച്ച് മടുത്തിട്ട് ഇത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല? ഒരേ അടിയാണ്. സുഹൃത്തു കൂടെ അവസരം കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്തു കൂടെ ഉണ്ട്, പുള്ളിയുടെ ഇദ്ദേഹം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാനുള്ളൊരു കൊതി. അപ്പോൾ ഫുഡിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തവും അദ്ദേഹത്തിന് തന്നെ നമ്മളെ കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു മുഖം ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ പ്രത്യേകതര ഒരു മന്തി കഴിക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. കാരണക്കാരനെ ഈ ഫാമിലി അഗൈന്ദവമായി അഭിനന്ദനങ്ങൾ അറിയിച്ചോളൂ ഹൃദയത്തിന്റെ ഭാഷയിൽ. ഇനിയും ഇതേപോലെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നേരെ വണ്ടി വിളിച്ചു പോന്നേക്കാം. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ചെയ്യാം. മനസ്സ് നിറഞ്ഞു. അപ്പൊ നമുക്ക് ഈ വൈകിയ വേളയിലും, കാരണം ഇത് നിർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ പരിപാടിയിലേക്ക് ഭക്ഷണം നടന്നിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. റിവ്യൊക്കെ പിന്നെ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. പക്ഷേ ഇതൊന്നും നിർത്തിയെങ്കിലേ ഞങ്ങൾക്ക് മനസ്സമാനമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ. എന്നാ നമുക്ക് ബബായ് പറയാം എല്ലാരോടും. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും മറക്കല്ല. അപ്പോൾ എല്ലാവരോടും ബബായ്. സൈദേ ഒരു ബൈ പറയാം. ഒരു ബൈ പറഞ്ഞ ഓക്കെ.